ഇത് നമുക്ക് ചെയ്യാടാ. ഇതുകൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ രക്ഷപ്പെടണം. വേണ്ടടാ, ഇത് നമുക്ക് ചെയ്യണ്ട. ഇത് നമ്മുടെ ജീവിതം വെച്ചുള്ള കളിയാ. വേണം. എനിക്ക് കുറച്ച് പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കൂടി വരാനാണ് എന്നോട് ഞാൻ പറഞ്ഞത്. പിന്നെന്താ, എന്നെ കൂടെ തന്നെ പോകാൻ പറ്റാത്ത ശ്മശാനത്തിൽ അങ്ങോട്ട് തന്നെ നീ ഓടിക്കരുത് എന്തിനാ? അതോ നീ എന്തെങ്കിലും വേറെ പ്ലാൻ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ ഇന്നലെ ഒന്നും തുടങ്ങിയ പരിപാടിയല്ലല്ലോ ഇത്. ഇനി ആ സാധനം എടുക്കാൻ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അന്യ അതൊക്കെ അങ്ങോട്ട് കയറി പലരും ചോദ്യങ്ങൾ വരും. അതോട് വെളിപ്പോട് ചെയ്യാൻ വേണ്ടി നിന്നെ കാര്യം ഞാൻ ഏൽപ്പിച്ചത്. പറ. കട തുറന്ന് സാധനം എടുത്തപ്പോൾ നാട്ടാപ്പുറക്കെ കൂടി. പിന്നെ എനിക്ക് ഭക്ഷണത്തിലേക്ക് അതൊക്കെ പോട്ടെ, നീയാണ് നാട്ടത് മനസ്സിലാക്കണ്ടോ? ഇക്കയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ ആരോട് പറയുന്നത്? ആ, അതൊക്കെ പോട്ടെ, നീ ആദ്യം ആ ഭക്ഷണം കഴിക്കും. കുറെ ഓടിയതല്ലേ, നല്ല വിശപ്പാണ്. നീരി ആ സ്വർണ്ണക്കടക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി അവന്റെ മുഴുവൻ സ്വർണവും വൈരക്കല്ലുകളാക്കാനുള്ള ടൈം പോലും വേണ്ട മോനെ ഒരുത്തന്റെ ജീവനെടുക്കാൻ. അവനെന്താടോ ഒരു മനംമാറ്റം? പണത്തിന്റെ ബുദ്ധിമുട്ട് നമ്മളെപ്പോലെ തന്നെ അല്ലേ അവനും? പിന്നെന്താ അവൻ ഇല്ലാന്ന് പറഞ്ഞ്? ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഞാനാ ചെയ്യും. കുറേ കാലം ഇങ്ങനെ മറുത്തു. അല്ല, അവല്ലെങ്കിൽ അവന്റെ ഷെയർ നമുക്ക് കിട്ടുമോ? അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം? ചെറുപ്പം മുതലേ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചല്ലേ. പിന്നെന്താ, കുറച്ച് പണം കയ്യിൽ വരാൻ പോകുന്ന അറിഞ്ഞപ്പോ നിന്റെ സ്വഭാവത്തിന് എന്താ ഒരു മാറ്റം? അതാ വെറുതെ. അവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന്റെ ഷെയർ അവന് കൊടുക്കണം.
കൂടെ ഒന്ന് ചതിക്കരുത്. നീ ഒരു കാര്യം ചെയ്യ്, അയാൾക്ക് വിളി, എന്നിട്ട് പറ നമ്മളതിന് റെഡിയാണെന്ന്. ഹലോ